അപ്പോൾ ഇന്ന് നമുക്ക് അസ്ഥിപ്പൂവിൻ്റെ അതേ ടേസ്റ്റിൽ നമ്മൾ ചക്കപ്പാട കൊണ്ട് എങ്ങനെ ഒരു വിഴുക്ക് വരട്ടാമെന്ന് നോക്കാം. ഇതാണ് അസ്ഥിപ്പൂ. അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ചക്കപ്പാടയുടെ വിഴുക്കും ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെ നോക്കാം. ചക്കപ്പാട എടുക്കുമ്പോൾ കുരുവിൽ നിന്ന് ഇളകുന്ന ചക്കപ്പാട മാത്രമേ എടുക്കാവൂ. അപ്പോൾ ഇതിൻ്റെ നടുക്കലത്തെ ഭാഗവും അറ്റത്തെ ഭാഗവും നമുക്ക് ആവശ്യമില്ല. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. കനം കുറച്ച ഭാഗം മാത്രം മതി. അപ്പോൾ എല്ലാം ഇതേപോലെ നമുക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ ചേരുവകൾ എന്തെന്ന് നോക്കാം. ചക്കപ്പാട റെഡി. ഇനി ഇഞ്ചി ചെറിയ കഷ്ണം, 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു കുഞ്ഞ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 4-5 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് ചൂടായി വരട്ടെ. നമുക്കിതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇതാണ് നമ്മളെ ടേസ്റ്റ്. നല്ലപോലെ മൂത്ത് വന്നു. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. സവാളയും ചേർത്തു. ഒന്ന് വഴറ്റിയ ശേഷം പാട ഇട്ട് കൊടുക്കാം. പാട ഇട്ടതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് അടച്ച് ഉപ്പ് ചേർത്തു. ഇനി ഒന്ന് അടച്ച് വയ്ക്കാം. 2-3 മിനിറ്റ് ഇരിക്കട്ടെ. നമുക്ക് തുറന്ന് നോക്കാം. ഒന്ന് പാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗരം മസാല, കുരുമുളക് പൊടി. അപ്പോൾ നമ്മുടെ ചക്കപ്പാട വിഴുക്കൂടെ റെഡിയായി. എല്ലാവരും നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ചക്കപ്പാട വിഴുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.